ഹായ് ഹലോ ഫ്രണ്ട്സ്. പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ അനന്തപുരിയിലാകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ. ആ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അനന്തപുരിയിൽ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. അതായത് നയന ഗർഭിണിയാകുകയാണ്. കുറേ അധികം ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തതിന് ശേഷം അവസാനം നയന ഗർഭിണിയാകുന്നുണ്ട്. അവസാനം നയനയ്ക്കും ആദർശനും ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ട് തന്നെ അനന്തപുരിയിൽ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ നന്ദുവിൻ്റെയും സി എ സച്ചിദാനന്ദൻ്റെയും വിവാഹമൊക്കെ മുടങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ ഒരു സന്തോഷവും സി എ സച്ചിദാനന്ദൻ്റെ ശരിക്കുള്ള സ്വഭാവവും എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട് നന്ദു. അനിയെ കൊടുക്കാനും അനന്തപുരിയെ മുഴുവൻ നാറ്റിക്കാനുമായിട്ട് അനാമിക കൊടുത്ത പരാതിയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനി കുറച്ച് ദിവസം ജയിലിൽ കിടക്കുകയും അതിനുശേഷം മുത്തശ്ശനൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ നവീൻ വക്കീലിനെ കൊണ്ടുവന്നതും അനാമികയും വേണുവിനെയൊക്കെ തകർത്തുകൊണ്ട് തന്നെ കോടതിയിൽ കേസ് വിജയിക്കുകയും ചെയ്തു. ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടെങ്കിലും നന്ദുവിൻ്റെയും സി എ സച്ചിദാനന്ദൻ്റെയും വിവാഹ നിശ്ചയം അത് വലിയൊരു വേദനയായിട്ട് തന്നെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവസാനം നന്ദു അനിയും കൂടെ മുൻകൈ എടുത്ത് സി എ സച്ചിദാനന്ദൻ്റെ പാസ്റ്റ് അന്വേഷിച്ച് പോയപ്പോഴാണ് അയാളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതും. അയാളൊരു പക്ക ഫ്രോഡാണെന്ന് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നന്ദു അനിയും നവീൻ വക്കീലും കൂടെ എല്ലാവരുടെയും മുമ്പിൽ പറയുന്നുണ്ട്. നിശ്ചയ ദിവസം എല്ലാവരും നോക്കി നിൽക്കെ സി എ സച്ചിദാനന്ദൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് നന്ദു. അങ്ങനെ ആ വിവാഹ നിശ്ചയം മുടങ്ങി പോകുന്നുണ്ട്. അതേസമയത്ത് നന്ദുവിനോട് അയാൾക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാൽ പോലും നന്ദു ഒരു എസ് ഐ അല്ലേ. എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടതിൻ്റെ ഒരു ചമ്മലും വിവാഹം നടക്കാതെ പോയതിൻ്റെ വിഷമമൊക്കെ സി എ സച്ചിക്കുണ്ട്. അതുകൊണ്ട് നന്ദുവിനോടും അനിയോടും എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യുമെന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് സി എ സച്ചിദാനന്ദനും ഉള്ളത്. അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സമ്മതിച്ചെങ്കിലും കനകയും ഗോവിന്ദനും ജാനകിയും മാത്രമാണ് കേട്ടോ ഇപ്പോഴും അവരുടെ ഈ ബന്ധത്തിന് എതിര് പറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വിവാഹാലോചനയായിട്ട് വന്നപ്പോഴാണെങ്കിലും കനകയും ഗോവിന്ദനും അത് സമ്മതിക്കുന്നുമില്ലായിരുന്നു. എല്ലാവരും എത്രയൊക്കെ തന്നെ ഉപദേശിച്ചിട്ടും നന്ദുവിൻ്റെ മനസ്സിൽ നിന്ന് അനിയോ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെയോ അവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നത് ഒരു പോയിന്റ് പോലും കുറയ്ക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ഉറച്ച മനസ്സോടുകൂടി തന്നെ എന്ത് വന്നാലും നേരിടാൻ റെഡി ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒന്നിച്ച് അത് എന്തുവാണെങ്കിലും ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നവരാണ് അനിയും നന്ദുവും. അത് മനസ്സിലാക്കിയിട്ടാവണം ആദർശം നയനയും അവസാനം ഇവരെ ഒന്നിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്നതും. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് അനന്തപുരിയിലോട്ട് വന്നെങ്കിലും അവരുദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നീക്കുപോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയത്ത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കനകയുടെ ഒരു ഭീഷണിയും നന്ദുവിന് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നന്ദു വിവാഹ നിശ്ചയത്തിന് സമ്മതം മൂളിയതും. എന്നാൽ ആ സമയത്ത് കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു മറിയുകയാണല്ലോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സി എ സച്ചിദാനന്ദൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് അയാളൊരു ഫ്രോഡാണെന്ന് തെളിയിക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം മുടങ്ങുകയാണ്. അതോടുകൂടി എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് കേട്ടോ. കനകയും ഗോവിന്ദനും ജാനകിയൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും അതൊരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു. ഇവർ തമ്മിൽ ഒന്നിച്ചൊരു ജീവിതം ആരംഭിക്കാതിരിക്കാനായിട്ട് ഇടങ്കോലിട്ട രണ്ടുപേരായിരുന്നു അനാമികയും സി എ സച്ചിദാനന്ദനും. അനിക്കെതിരെ അനാമിക കൊടുത്ത കേസിൽ തോറ്റതുകൊണ്ട് തന്നെ അനാമികയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനാമിയെ കൊണ്ടുള്ള വലിയ ശല്യങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സി എ സച്ചിദാനന്ദനായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. വിവാഹനിശ്ചയം മുടങ്ങി സി എ സച്ചിദാനന്ദൻ്റെ ശരിക്കുള്ള സ്വഭാവം എല്ലാവരും മനസ്സിലാക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളുടെ ബന്ധത്തിൽ ഇവർ രണ്ടുപേരും ഒരു പ്രശ്നമായിട്ട് വരുത്തില്ല, നമ്മുടെ ബന്ധത്തിന് ഇനി വലിയ തടസ്സമൊന്നുമില്ല എന്ന് തന്നെ അവർ വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നാൽ ഈ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയല്ലോ, നമ്മൾ നല്ലവനാണ് സത്യസന്ധനാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന സി എ സച്ചിദാനന്ദൻ ഇത്രയും വൃത്തികെട്ടവനായിരുന്നോ, അവനൊരു ഫ്രോഡായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കനയ്ക്കും ഗോവിന്ദനൊക്കെ അത് വലിയ വിഷമമാകുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ എല്ലാവരും അനന്തപുരിയിലോട്ട് തിരിച്ചു പോകുന്നതും. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയ്ക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുന്നത്. നയനയ്ക്ക് ചെറുതായിട്ട് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുമ്പോഴേക്കും നയന ആ സോഫയിലോട്ട് ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അവരെല്ലാവരും നയനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. ദേവയാനി ഓടി വന്നിട്ട് എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് തളിച്ച് നയനയ്ക്ക് ബോധം വരികയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല, എന്തായാലും തലകറക്കമൊക്കെ ഉണ്ടായതല്ലേ, മോൾക്ക് നല്ല ക്ഷീണവും ഉണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആദർശനെ നിർബന്ധിക്കുകയാണ് ദേവയാനി. നയനയും കൊണ്ട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുമുണ്ട്. അവർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണെങ്കിലും ദേവയാനിയൊക്കെ നല്ല ടെൻഷൻ അടിച്ച് തന്നെ ഇരിക്കുകയാണ്. എന്ത് പറ്റിയതാണെന്ന് അറിയില്ലല്ലോ, മോക്ക് പെട്ടെന്ന് ഒരു തലകറക്കവും ക്ഷീണമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് മോക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്ത് പറഞ്ഞാലും എൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് എനിക്ക് കരള് പകുത്ത് തന്ന എൻ്റെ മോളല്ലേ, ഇനി അതിൻ്റെ വല്ല പ്രശ്നവും ആയിരിക്കുമോ എന്നൊക്കെ ഓർത്ത് ദേവയാനി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ദേവയാനിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ആയിരിക്കില്ല ദേവയാനി, നന്ദുവിൻ്റെ വിവാഹ നിശ്ചയം നല്ലതായിട്ട് നടക്കാനായിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് ഇല്ലാതെ യാത്രയും പണിയും ഒക്കെ ആയിരുന്നല്ലോ, അതിൻ്റെ ക്ഷീണവും തളർച്ചയായിരിക്കും, നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ദേവയാനിയെ.
അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്. ആദർശും നല്ല ടെൻഷനായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നയനെ ഡോക്ടർ പരിശോധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് ആദർശിൻ്റെ നയനയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്തായി ഡോക്ടറെ, എന്ത് പറ്റിയതാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശ്. പെട്ടെന്ന് തല കറങ്ങി വീഴാൻ എന്താ കാരണം ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നതായിട്ടപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നുമല്ല, ഇത് നോർമലായിട്ട് സംഭവിക്കുന്നതാണ്, പേടിക്കാനൊന്നുമില്ല. എന്തായാലും തന്നോട് കൺഗ്രാറ്റ്സ് പറയാമെന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം കൺഗ്രാറ്റ്സ് പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എടോ ആദർശേ, താനൊരു അച്ഛനാകാൻ പോവാന്നാണ് ഞാൻ പറഞ്ഞത്. നയന പ്രഗ്നൻ്റ് ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയനയ്ക്കും ആദർശിനും അതൊരു ഷോക്കാവുന്നുണ്ട്. ആദർശനാണെങ്കിലും പെട്ടെന്ന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം കുറേ ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒക്കെ എടുത്തതാണല്ലോ. അതിനൊക്കെ ഇപ്പോൾ ഫലം കണ്ടു. ആദർശിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നയനേനെ ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് നയനയ്ക്കും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നയന നാണത്തോടുകൂടി ആദർശനെ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. അങ്ങനെ ഡോക്ടർ നയനോടും ആദർശനോടുമായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇനി എപ്പോഴാണ് ചെക്കപ്പിന് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം മുതൽ തന്നെ നയനയ്ക്ക് ഒരു പ്രത്യേക കെയർ തന്നെ ആദർശം കൊടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ടും വിവരമൊന്നും അറിയാത്തതുകൊണ്ട് ദേവേനെ ആകെ ടെൻഷൻ അടിച്ച് ആദർശനെ വിളിക്കുന്നുണ്ട്. എന്തായി മോനെ, നയനമ്മക്ക് എന്താ പറ്റിയത്, ഡോക്ടർ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മേ കുഴപ്പമൊന്നും ഇല്ലമ്മേ, നയന ഓക്കെയാണ്, ചെറിയൊരു തലകറക്കം ഉണ്ടായെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരാം, ബാക്കിയൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാമേ എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം എന്നോർത്തുകൊണ്ട് തന്നെ അവർ സർപ്രൈസ് ആയിട്ട് ഇന്ന് പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദർശ് നയനെ അങ്ങോട്ട് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് പോലും ആദർശിൻ്റെ ആ ഒരു സന്തോഷം നയനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ദേവാനി പെട്ടെന്ന് നയനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ നയന മോക്ക് പറ്റിയത്, എന്താ മോളെ, ഡോക്ടർ എന്താ പറഞ്ഞ് മോക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏയ് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലമ്മേ, അവൾ ഓക്കെയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പിന്നെ എന്താ മോക്ക് പെട്ടെന്ന് ഒരു തലകർക്കവും ക്ഷീണമൊക്കെ ഉണ്ടായത്, അതെന്താണെന്ന് അറിയണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതോ. അപ്പോൾ ആദർശ് ഇങ്ങനെ പതുങ്ങി പറയുന്നുണ്ട്, അത് അമ്മ ഒരു അമ്മൂമ്മയാകാൻ തയ്യാറായിക്കോ. അപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇതൊരു സന്തോഷ വാർത്തയാണെന്നുള്ളത്. അതേ അമ്മേ, നയന പ്രഗ്നൻ്റ് ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അവർക്ക്. ദേവയാനി പെട്ടെന്ന് നയനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുകയാണ്. കുറേ നാൾ കാത്തിരിക്കുകയായിരുന്നല്ലോ ഇങ്ങനൊരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു, പല മെഡിസിൻ കഴിച്ചു, അവസാനം അതിൻ്റെയൊക്കെ ഫലമുണ്ടായി. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും ഇത് കേട്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ഇനി മോളെ ഞാൻ ഇടം വല്ലതും തിരിയിക്കില്ല, മോള് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനയ്ക്ക് ഓവർ കെയർ കൊടുക്കുകയാണ് ദേവയാനി. അപ്പം മുത്തശ്ശിക്കും അതുപോലെ തന്നെ ജാനകിക്കും ഒക്കെ സന്തോഷമാണുള്ളത്. പക്ഷേ ജലജയ്ക്ക് മാത്രം ഇതങ്ങോട്ടേക്ക് സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നില്ല. ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് കടന്നൽ കുത്തിയ പോലെ വീർത്തു കേട്ടോ. ഇനി ഇതിൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതും കൂടെ വന്നു കഴിയുമ്പോഴേക്കും എന്തൊക്കെ കാണേണ്ടി വരും എന്നൊക്കെ ഓർക്കുകയാണ് നമ്മുടെ ജലജ. മുത്തശ്ശൻ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ വന്നു കഴിയുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും ആദർശനോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത്. എല്ലാവരും അവരെ അഭിനന്ദിക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും നയനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സന്തോഷമൊക്കെ അറിയിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിലും നയനോട് പറയുന്നുണ്ട്, മോളെ ഇനി നീ നന്നായിട്ട് സൂക്ഷിക്കണം. ഇതൊക്കെ കാണുമ്പോൾ ജലജയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ജലജ അവരോടൊരു കൺഗ്രാറ്റ്സും പറയുന്നില്ല, ഒരു സ്നേഹപ്രകടനവും അവിടെ നടത്തുന്നില്ല. മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ട്, ദേവയാനി ഇനി നീ വേണം നയനമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. നയനമോൾക്ക് നല്ല റെസ്റ്റ് കൊടുക്കണം. നയനമോളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത്. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങനൊരു ഗുഡ് ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ കെയർ കൊടുക്കണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്കൊക്കെ കുശുമ്പാണ്. ജലജ ഉടനെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇവളെ തലയെ കൊണ്ടായിരിക്കും നടക്കണത്. ആദർശിൻ്റെ കുഞ്ഞല്ലേ പിറക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇവൾക്ക് ഇനി ഇത്ര സൗകര്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ട്. നയനയ്ക്കും ആദർശിനും കുഞ്ഞുണ്ടാകുക എന്നുള്ളത് അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അത് അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ അവർ തമ്മിൽ വലിയ സ്വരച്ചർച്ചയിലൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയ നാൾ മുതൽ അവരിങ്ങനെ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് കാത്തിരുന്നവരാണ്. എല്ലാവരും അതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്തോഷ വാർത്ത ആനന്ദവനിൽ എല്ലാവരും അറിയുന്നുണ്ട്. നയന ആദർശം റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നയനയ്ക്ക് കുടിക്കാനായിട്ട് ദേവേനെ ഒരു ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയന വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇനിയിപ്പം ജ്യൂസൊക്കെ കുടിക്കണം, നല്ല ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തന്നെ നയനെ കൊണ്ട് ആ ജ്യൂസ് കുടിപ്പിക്കുകയാണ് ദേവയാനി. കുറച്ച് നേരം മോള് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ഇവിടുന്ന് പോകുന്നുണ്ട്.
ആ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശം വരുന്നുണ്ട് കേട്ടോ. ആദർശിൻ്റെ മുഖത്തെ ആ ഒരു ചിരിയൊക്കെ കാണുമ്പം നയനയ്ക്ക് ശരിക്കും നാണമാണ് വരുന്നത്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഈ വാർത്ത അച്ഛനെ അമ്മയൊക്കെ അറിയിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, പിന്നെ അതൊക്കെ അറിയിക്കണം. അപ്പോൾ നയനെ ഫോൺ എടുത്തിട്ട് അവരെ വിളിച്ച് പറയാൻ പോകുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഫോണിൽ കൂടിയാണോ ഈ കാര്യം പറയാൻ പോകുന്നത്? ഫോണിൽ കൂടി ഈ കാര്യം പറയണ്ട, നമുക്ക് എന്തായാലും വൈകുന്നേരം വീട്ടിലോട്ടൊന്ന് പോകാം, നമുക്ക് അവരോട് നേരിട്ട് തന്നെ ഈ കാര്യം പറയാം. എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കൊതിച്ചിരിക്കുന്നവരാണല്ലോ അവരും. അമ്മയും അച്ഛനും നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, അവരോട് ഈ കാര്യം നമുക്ക് നേരിട്ട് തന്നെ പോയി പറയാം, അതവർക്കൊരു സന്തോഷമായിക്കോളും എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അത് ശരിയാ, അന്ന് നമുക്ക് പോയി തന്നെ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് നയനയും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നയനയും ആദർശമൊക്കെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ. കാരണം അവരിവിടുന്ന് പോയിട്ട് അധികം നേരമൊന്നും ആയിട്ടില്ല. പിന്നെ അവർ തിരിച്ചു വന്നപ്പോഴേക്കും എന്താ കാര്യം എന്നൊക്കെ അപ്പോൾ അത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കുന്ന കാണുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട അമ്മേ. കനക വന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ മോക്ക് പറ്റിയേ, മോക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മേ അത് പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാകാൻ പോവുക എന്നിങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അവർക്ക് ആകെ ഷോക്കാവുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയോ ഒന്നും മനസ്സിലാകാതെ തന്നെ അവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കനക ഓടി വന്നിട്ട് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എൻ്റെ മോളേന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മിക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വലിച്ചു. ഗോവിന്ദേട്ടാ, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു, നമ്മുടെ നയനമ്മക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ പറയുകയാണ് കേട്ടോ കനക. പക്ഷെ നവ്യയ്ക്ക് എന്തങ്ങോട്ട് വലിയ താല്പര്യമൊന്നുമില്ല. മോളെ ഞാൻ എന്തെങ്കിലും മധുരമുള്ളത് എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് കനക പോകാൻ നോക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടമ്മേ, അതൊന്നും വേണ്ടമ്മേ, ഞങ്ങളിത് പറയാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ തന്നെ തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ട വേണ്ട, സന്തോഷ വാർത്ത പറയാൻ വന്നിട്ട് മധുരം ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുക, അമ്മ വേഗം പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. അവരെല്ലാവരും തന്നെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയം മുടങ്ങിയ ഒരു സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നയനയുടെ ഈ സന്തോഷ വാർത്ത അവരറിയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ വിട്ടുകളയുകയാണ്. അവിടെ നന്ദുവും ഉണ്ടായിരുന്നു, നവ്യയും ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് നയനയോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ കനക വേഗം തന്നെ പായസമൊക്കെ റെഡിയാക്കി അവരെ കൊണ്ട് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ സന്തോഷമൊക്കെ പങ്കിട്ടതിന് ശേഷം അവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഇതേ സമയത്ത് ഈ വാർത്ത അറിഞ്ഞ് ജലജ അങ്ങനെ ആകെ കലിതുള്ളി ഇരിക്കുകയാണ്. അബി വീട്ടിലോട്ട് വരുമ്പോഴേക്കും അബിയോട് ഈ കാര്യങ്ങളൊക്കെ ജലജ പറയുന്നുണ്ട്. അവിടെയും ജലജ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതും. അബി വന്നപ്പോൾ തന്നെ അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അബിയോട് പറയുന്നുണ്ട്, എടാ എങ്ങാണോ ആദർശിന് നയനയിലൊരു കുഞ്ഞുണ്ടായാലും പിന്നെ നിന്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താവുന്നുള്ളത് നിനക്കറിയാമല്ലോ. ഇപ്പം തന്നെ അവരതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നിന്റെ കുഞ്ഞിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഇനിയിപ്പോൾ നയനിക്കും ആദർശനും ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനായിരിക്കും ഇവിടെ സ്ഥാനം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ട് പോകുമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ജലജ. അപ്പോൾ അബി പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ തീർക്കാൻ പറ്റുവാണെങ്കിൽ തീർത്ത് കളയണം. അതല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ജലജ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ആ ഒരു കാരണവശാലും ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവൾക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളെ എടുത്ത് തലയെ വയ്ക്കാൻ തുടങ്ങി. നിന്നോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ചന്തുമോളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നിനക്കറിയാമല്ലോ. ആ ചന്തുമോളെ വെച്ച് നോക്കുമ്പോൾ പോലും നിന്റെ കുഞ്ഞിന് ഒരു സ്ഥാനമില്ല. പിന്നെ ആദർശനും നയനയ്ക്കും കൂടെ ഒരു കുഞ്ഞിവിടെ പിറന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെയുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതിനെ അവർ ഉള്ളം കൈ കൊണ്ട് നടക്കും. നവിയനോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുഞ്ഞിവിടെ പിറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അല്ലെങ്കിൽ തന്നെ ചന്തുമോൾ വന്ന പിന്നെ നിന്റെ മോനെ ആരെങ്കിലും എടുക്കുകയോ കൊഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പം ആദർശന് നയനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനായിരിക്കും എല്ലാവരും കൊണ്ട് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞിനോട് അവഗണന കാണിക്കും എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതേ ഒരു രീതിക്ക് തന്നെ നീ അവളെ ബ്രെയിൻ വാഷ് ചെയ്യണം. നീ അവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോഴേ അവൾക്കും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. ആ കുഞ്ഞ് വീട്ടിൽ പിറന്ന നമ്മുടെ അനന്തപത്മനാഭന് പിന്നീട് ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ നവ്യയുടെ മനസ്സിലെ വിഷം കുത്തിവെക്കുകയാണ് അബി. എന്നാലും നവ്യയ്ക്ക് സ്വന്തം അനീതയുടെ കുഞ്ഞല്ലേ. എന്നാലും ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അബി, എൻ്റെ അനീതിയുടെ കുഞ്ഞല്ലേ അത്. അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഇപ്പം അവൾക്ക് വിശേഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ കുഞ്ഞിന് ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. ആ കുഞ്ഞ് പിറക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്.
എന്നാലും ചന്തുമോളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യയുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനൊക്കെ അഭി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു മറിയുന്നുണ്ട്. പക്ഷെ അവിടെ അഭിയും ജലജയും ചിന്തിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തം കൂടപ്പിറപ്പാണ് നയന. നയനയ്ക്ക് ഒരുപാട് നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഇപ്പം ഇങ്ങനൊരു വിശേഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവർക്കൊപ്പം നിന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നവ്യ ഒരിക്കലും ശ്രമിക്കില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്